നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഞാൻ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുക. ഇതിൽ നമ്മൾ ആ പഠിച്ചതിൻ്റെയൊക്കെ ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഒന്ന് ചെയ്തു നോക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചൊവ്വാഗ്രഹത്തിന്റെ ഉപരിതലത്തിനിടയിൽ സമുദ്രത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് റോവർ ഏതാണ്? ചൊവ്വാഗ്രഹത്തിന്റെ ഉപരിതലത്തിനിടയിൽ സമുദ്രത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് റോവർ ഓപ്ഷൻ ഡി ആണ് ഷുറോങ് ആട്ടോ. ഏതാ? ഷുറോങ് ആണ്. ഷുറോങ്. ചൊവ്വാഗ്രഹത്തിന്റെ ഉപരിതലത്തിനിടയിൽ സമുദ്രത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ചൈനീസ് റോവർ ചോദിച്ചാൽ ഏതാ? ഷുറോങ് ആണ്. ഇനി പൈലറ്റുമാർക്ക് ഡിജിറ്റൽ ലൈസൻസ്, ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് എന്നിവ ലഭ്യമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? പൈലറ്റുമാർക്ക് ഡിജിറ്റൽ ലൈസൻസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ലഭ്യമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ്? എത്രയാ? രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. പൈലറ്റുമാർക്ക് ഡിജിറ്റൽ ലൈസൻസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ലഭ്യമാക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇത് നമ്മുടെ ഇന്ത്യ. ഇനി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ മേധാവിയായിട്ട് നിയമിതനായതാരാം? സെബിയുടെ പുതിയ ചെയർമാൻ ആരാം? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ മേധാവി ആരാ? ഓപ്ഷൻ ബി ആണ് തുഹിൻ കാന്ത പാണ്ഡെ ആട്ടോ. ആരാ? തുഹിൻ കാന്ത പാണ്ഡെ ആണ്. സെബിയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? തുഹിൻ കാന്ത പാണ്ഡെ ആണ്. ഇനി 2025 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച കെൻ സക്കർമാന് ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? 2025 ഫെബ്രുവരി മാസത്തില് അന്തരിച്ച കെൻ സക്കർമാന് ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഓപ്ഷൻ സി ആണ് സരോദ് ആട്ടോ. ഏതാ? സരോദാണ്. ഇനി ടിക്ടോക്കിന് മേൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനം അടുത്തിടെ പിൻവലിച്ച രാജ്യം ഏതാണ്? ടിക്ടോക്കിന് മേൽ ഏർപ്പെടുത്തിയ നിരോധനം അടുത്തിടെ നീക്കം ചെയ്ത രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് അമേരിക്ക ആട്ടോ. ഏതാ? അമേരിക്കയാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിലെ മണ്ണിടിച്ചിലുണ്ടായ ശ്രീശൈലം ഇടതുകര കനാല് ഏത് സംസ്ഥാനത്താണ്? ശ്രീശൈലം ഇടതുകര കനാല് ഏത് സംസ്ഥാനത്താ? ഓപ്ഷൻ സി ആണ് തെലുങ്കാനയാട്ടോ. എവിടെയാ? തെലുങ്കാനയിലാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിലെ മണ്ണിടിച്ചിലുണ്ടായ ശ്രീശൈലം ഇടതുകര കനാൽ പ്രൊജക്ട് ഏത് സംസ്ഥാനത്താ ചോദിച്ചാൽ തെലുങ്കാനയിലാണ്. ഇനി $50 ലക്ഷം ചെലവഴിക്കുന്നവർക്ക് പൗരത്വം നൽകാനായിട്ട് ഗോൾഡ് കാർഡ് വിസ എന്ന സംവിധാനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാ? $50 ലക്ഷം ചെലവഴിക്കുന്നവർക്ക് പൗരത്വം നൽകാനായിട്ട് ഗോൾഡ് കാർഡ് വിസ എന്ന സംവിധാനം ഏർപ്പെടുത്തുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് അമേരിക്കയാണ്, അല്ലെങ്കിൽ USA ആണ്. ഇനി 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ബാനു മുസ്താഖിന്റെ ചെറുകഥാ സമാഹാരം ഏതാ? 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ബാനു മുസ്താഖിന്റെ ചെറുകഥാ സമാഹാരം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് ഹേർട്ട് ലാംബ് ആട്ടോ. ഓപ്ഷൻ ഡി ഹേർട്ട് ലാംബ് ആണ്. ഇനി 2025 ഫെബ്രുവരി മാസത്തിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? 2025 ഫെബ്രുവരി മാസത്തിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് ഓപ്ഷൻ ബി ആണ് ധർമ്മ ഗാർഡിയൻ കേട്ടോ. ധർമ്മ ഗാർഡിയൻ. നേരെ തിരിച്ചും ചോദിക്കാം. ധർമ്മ ഗാർഡിയൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും ജപ്പാനുമാണ്. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിന് വേദിയാകുന്ന സ്ഥലം ഏതാണ്? 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിന് വേദിയാകുന്ന സ്ഥലം ഓപ്ഷൻ ബി ആണ് നാഗ്പൂർ ആട്ടോ. എവിടെയാ? നാഗ്പൂരാണ്. ഇനി ചന്ദ്രനിലെ ജലസാന്നിധ്യം തിരിച്ചറിയാനായിട്ട് അമേരിക്കയിലെയും UK ഗവേഷകർ സംയുക്തമായിട്ട് നിർമ്മിച്ച് വിക്ഷേപിക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? ചന്ദ്രനിലെ ജലസാന്നിധ്യം തിരിച്ചറിയാനായിട്ട് അമേരിക്കയിലെയും UK ഗവേഷകർ സംയുക്തമായിട്ട് നിർമ്മിച്ച് വിക്ഷേപിക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ലൂണാർ ട്രെയിൽ ബ്ലേസർ കേട്ടോ. ലൂണാർ ട്രെയിൽ ബ്ലേസർ. ഓപ്ഷൻ ഡി ആണ് ലൂണാർ ട്രെയിൽ ബ്ലേസർ. എന്തിനു വേണ്ടിയിട്ടാ? ചന്ദ്രനിലെ ജലസാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെയും UK ഗവേഷകർ സംയുക്തമായിട്ട് നിർമ്മിച്ചിട്ട് വിക്ഷേപിക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ലൂണാർ ട്രെയിൽ ബ്ലേസർ. ഇനി 8ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന് വേദിയാകുന്ന സ്ഥലം എവിടെയാണ്? 8ാമത്
ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാ? ഓപ്ഷൻ സി ആണ് മസ്കറ്റിലാണ്. എവിടെയാ? മസ്കറ്റിലാണ്. 8ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാ? മസ്കറ്റിലാണ്. ഇനി ഗില്ലൻ ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാ? ഗില്ലൻ ബാരി സിൻഡ്രം ബാധിച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ് മൂവാറ്റുപുഴ കേട്ടോ. എവിടെയാ? മൂവാറ്റുപുഴയിലാണ്. ഇനി ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, ഫിലോസഫർ ആൻഡ് ഷേപ്പ് ഷിഫ്റ്റർ എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയതാരാ? ട്രൂ സ്റ്റോറി ഓഫ് എ റൈറ്റർ, എ ഫിലോസഫർ ആൻഡ് എ ഷേപ്പ് ഷിഫ്റ്റർ എന്ന ഇംഗ്ലീഷ് നോവൽ എഴുതിയത് ആരാ? ഓപ്ഷൻ സി ആണ് സഖറിയ കേട്ടോ. ആരാ? സഖറിയ. ഇനി കേരളം തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളുള്ള ജില്ല ഏതാണ്? കേരളം തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളുള്ള ജില്ല ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ് ആട്ടോ. എവിടെയാ? കാസർഗോഡാണ്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായതാരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ഓപ്ഷൻ സി ആണ് ശക്തികാന്ത ദാസ് ആട്ടോ. ആരാ? ശക്തികാന്ത ദാസ് ആണ്. 2025 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച മായാദർ റാവത്ത് ഏത് മേഖലയിൽ പ്രശസ്തനാണ്? 2025 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച മായാദർ റാവത്ത് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ആണ് ഒഡീസി കേട്ടോ. ഏതാ? ഒഡീസി ആണ്. ഇനി ഡൽഹിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവാകുന്ന വനിതയാരാണ്? ഡൽഹിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവാകുന്ന വനിത ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് അതിഷി മർലേന. അതിഷി മർലേന. ഇനി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത നാഗാലാൻഡിലെ 17ാമത്തെ ജില്ല ഏതാണ്? അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത നാഗാലാൻഡിന്റെ 17ാമത്തെ ജില്ലയാണ് ഓപ്ഷൻ സി മേലുരി കേട്ടോ. മേലുരി. അപ്പൊ മേലുരി എന്നത് ഏത് സംസ്ഥാനത്തെ ജില്ലയാണെന്ന് ചോദിച്ചാൽ നാഗാലാൻഡ് ആണ്. നാഗാലാൻഡിന്റെ 17ാമത്തെ ജില്ലയാണ് ഏത്? മേലുരി. ഇനി 2025 മാർച്ച് മാസത്തിൽ ഏത് രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയാകുന്നത്? 2025 മാർച്ച് മാസത്തിലെ ഏത് രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയാകുന്നത്? ഏതാ? ഓപ്ഷൻ ബി ആണ് മൗറീഷ്യസിന്റെ കേട്ടോ. മൗറീഷ്യസ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായതാരാം? 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ ബി ആണ് കെ പി ശങ്കരൻ കേട്ടോ. ആരാ? കെ പി ശങ്കരനാണ്. ഇനി ചൈനയിലെ വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ ഇനം കൊറോണ വൈറസ് ഏതാ? ചൈനയിലെ വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ ഇനം കൊറോണ വൈറസ് ഏതാ? ഓപ്ഷൻ എ ആണ് HKU5 കേട്ടോ. HKU5. ചൈനയിലെ വവ്വാലുകളിൽ കണ്ടെത്തിയ ഏറ്റവും പുതിയ കൊറോണ വൈറസ് ആണ് ഏത്? HKU5. ഇനി ദേശീയ ഗെയിംസ് വേദികൾ കായിക അക്കാദമികളാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ദേശീയ ഗെയിംസിന്റെ വേദികൾ കായിക അക്കാദമികളാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? 38ാമത് ദേശീയ ഗെയിംസ് നടന്ന ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഉത്തരാഖണ്ഡാണ്. ഇനി 2025 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച കലാമണ്ഡലം ബാലസുന്ദരൻ ഏത് മേഖലയിൽ പ്രശസ്തനായ കലാകാരനാണ്? 2025 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച കലാമണ്ഡലം ബാലസുന്ദരൻ ഏത് മേഖലയിൽ പ്രശസ്തനായ കലാകാരനാണ്? ഓപ്ഷൻ എ ആണ് ചെണ്ടയാട്ടോ. ഏതാ? ചെണ്ടയാണ്. അപ്പോൾ കലാമണ്ഡലം ബാലസുന്ദരൻ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാ? ചെണ്ടയിലാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? 2025 ഫെബ്രുവരി മാസത്തിൽ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് കൊച്ചി ആട്ടോ. ഏതാ? കൊച്ചിയാണ്. ഇനി അടുത്തിടെ നിയമന കാലാവധി 2027 വരെ നീട്ടി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാ? അടുത്തിടെ നിയമന കാലാവധി 2027 വരെ നീട്ടി നൽകിയ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ സി ആണ് വി അനന്ത നാഗേശ്വരൻ ആട്ടോ. ആരാ? വി അനന്ത നാഗേശ്വരനാണ്. അപ്പോൾ നിലവിലെ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാന്ന് ചോദിച്ചാൽ ആരാ? വി അനന്ത നാഗേശ്വരനാണ്. ഇനി ലിഥിയം ഖനന മേഖലയിലും പരിവേഷണത്തിലും പങ്കാളിത്തം ശക്തിപ്പെടുത്താനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ലിഥിയം ഖനന മേഖലയിലും
പര്യവേഷണത്തിലും പങ്കാളിത്തം ശക്തിപ്പെടുത്താനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് അർജന്റീന കേട്ടോ, അർജന്റീന. ഇനി ഏത് ടീമിനെ പരാജയപ്പെടുത്തിയിട്ടാണ് കേരള ക്രിക്കറ്റ് ടീം ചരിത്രത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിലെത്തിയത്? ഏത് ടീമിനെ പരാജയപ്പെടുത്തിയിട്ടാണ് കേരള ക്രിക്കറ്റ് ടീം ചരിത്രത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്തിയതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ ആരെത്തിയത്? കേരളം എത്തിയത്. ഇനി 2025 G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് എവിടെയാണ്? 2025 G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ജോഹന്നാസ്ബർഗ് കേട്ടോ, ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. ഇനി ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് സംസ്കരിക്കാനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാ? ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് സംസ്കരിക്കാനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ സി ആണ് എൻ പ്രൗഡ് കേട്ടോ. എന്താ? എൻ പ്രൗഡ്. ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാ? സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻ പ്രൗഡ്. ഇനി മൈക്രോസോഫ്റ്റ് നിർമ്മിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ് ഏതാ? മൈക്രോസോഫ്റ്റ് നിർമ്മിച്ച ഏറ്റവും പുതിയ ക്വാണ്ടം ചിപ്പ് ഓപ്ഷൻ സി ആണ് മജോറാന 1 കേട്ടോ. ഏതാ? മജോറാന 1 ആണ്. ഇനി 72ാമത് ലോക സുന്ദരി മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാണ്? 72ാമത് ലോക സുന്ദരി മത്സരത്തിന് വേദിയാകുന്നത് ഓപ്ഷൻ ഡി ആണ് ഹൈദരാബാദിലാട്ടോ. എവിടെയാ? ഹൈദരാബാദിലാണ്. 2025 ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായതാരാണ്? 2025 ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓപ്ഷൻ എ ആണ് ഹരിയാനയാട്ടോ. ആരാ? ഹരിയാനയാണ്. ഇനി ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസ് ആയിട്ടുള്ള ആനന്ദ ആരംഭിച്ചത് എവിടെയാണ്? ഗൂഗിളിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാമ്പസിന്റെ പേരാണ് അനന്ത എന്ന് പറയുന്നത്. എവിടെയാ ആരംഭിച്ചത്? ഓപ്ഷൻ ബി ആണ് ബംഗളൂരുവിലാട്ടോ. എവിടെയാ? ബംഗളൂരുവിലാണ്. ഇനി രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിനായിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമാരാ? രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളത്തിന് വേണ്ടിയിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആട്ടോ. ആരാ? മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ പ്രധാന വേദി എവിടെയാണ്? 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ പ്രധാന വേദി ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് പാകിസ്ഥാൻ ആട്ടോ. എവിടെയാ? പാകിസ്ഥാനാണ്. ഇനി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 200 വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ ബൗളർ ആരാ? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 200 വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ ബൗളർ ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് മുഹമ്മദ് ഷമിയാണ്. ഇനി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനായിട്ടുള്ള സമുദ്രയാൻ എന്ന പദ്ധതിക്കായിട്ട് നിർമ്മിച്ച ഏത് അന്തർവാഹിനിയുടെ ആദ്യഘട്ട പരീക്ഷണമാണ് അടുത്തിടെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചത്? സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനായിട്ടുള്ള സമുദ്രയാൻ എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഏത് അന്തർവാഹിനിയുടെ ആദ്യഘട്ട പരീക്ഷണമാണ് അടുത്തിടെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് മത്സ്യ 6000 കേട്ടോ. ഓപ്ഷൻ എ മത്സ്യ 6000. ഇനി മിത്തും സയൻസും ഒരു പുനർവായന, കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ, പുത്തനാട്ടം, ഞാറ്റുവേല തുടങ്ങിയ പുസ്തകങ്ങളുടെ രചയിതാവാരാണ്? മിത്തും സയൻസും ഒരു പുനർവായന, കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ, പുത്തനാട്ടം, ഞാറ്റുവേല തുടങ്ങിയ പുസ്തകങ്ങളുടെ രചയിതാവ് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് CV ആനന്ദ ബോസ് കേട്ടോ. CV ആനന്ദ ബോസ് നമ്മളെ പശ്ചിമ ബംഗാളിലെ ഗവർണറാണ്, മലയാളി കൂടിയാണ്. അപ്പോൾ പഠിച്ചു വെച്ചാൽ മിത്തും സയൻസും ഒരു പുനർവായന, കാഴ്ചകൾ ഉൾക്കാഴ്ചകൾ, പുത്തനാട്ടം, ഞാറ്റുവേല ഇതൊക്കെ ആരുടെ കൃതികളാ? CV ആനന്ദ ബോസിന്റെ കൃതികളാണ്. ഇനി പ്രഥമ ലോക ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? പ്രഥമ ലോക ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റിന് വേദിയാകുന്നത് എവിടെയാ? ഓപ്ഷൻ എ ആണ് മുംബൈയിലാട്ടോ. എവിടെയാ? മുംബൈയിലാണ്. ഇനി ഡൽഹിയുടെ പുതിയ ഉപമുഖ്യമന്ത്രി ആരാ? ഡൽഹിയുടെ പുതിയ ഉപമുഖ്യമന്ത്രി ചോദിച്ചാൽ പർവേശ് വർമ്മയാട്ടോ. ആരാ? പർവേശ് വർമ്മയാണ്. ഓപ്ഷൻ ഡി ആണ് പർവേശ് വർമ്മയാണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാ? ഡൽഹിയുടെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? രേഖ ഗുപ്ത കേട്ടോ. രേഖ ഗുപ്തയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? പർവേശ് വർമ്മയാണ്. ഇനി
ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായ ആരാ? ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരാ? രേഖാ ഗുപ്ത. ഓപ്ഷൻ ഡി ആണ്, രേഖാ ഗുപ്തയാണ്. 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹരായത് ആരാണ്? 2024 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് ആരാ? ഓപ്ഷൻ ബി ആണ്, മനു ബാക്കർ. ഓപ്ഷൻ ബി, മനു ബാക്കർ. ഇനി പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, കേരളമാണ്. 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് ഓപ്ഷൻ ബി ആണ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ഓപ്ഷൻ ബി, കൊല്ലം ജില്ലാ പഞ്ചായത്ത്. ഇനി ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായതാരാണ്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാ? ഓപ്ഷൻ ബി ആണ്, ഗ്യാനേഷ് കുമാർ. ഓപ്ഷൻ ബി, ഗ്യാനേഷ് കുമാർ. ഇനി 2025 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യത്തെ ഉപഗ്രഹമായ ആപ്പിളിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന വ്യക്തി ആരാണ്? 2025 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് ആപ്പിൾ. ആപ്പിളിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന വ്യക്തി ചോദിച്ചാൽ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, ആർ മാണിക്യവാസകം. ഓപ്ഷൻ എ, ആർ മാണിക്യവാസകം. ഇനി വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള ആദ്യത്തെ സോളാർ വള്ളം ഏതാണ്? വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലുള്ള ആദ്യത്തെ സോളാർ വള്ളം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, കതിരവനാണ്. ഏതാ? കതിരവനാണ്. ഇനി 5 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് സമുദ്ര അന്തർ കേബിൾ ശൃംഖല ഒരുക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയായിട്ടുള്ള മെറ്റ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താ? 5 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സമുദ്ര അന്തർ കേബിൾ ശൃംഖല ഒരുക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയാണ് ഇത് മെറ്റ എന്ന് പറയുന്നത്. ആ മെറ്റ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ എന്താ? ഓപ്ഷൻ ബി ആണ്, പ്രൊജക്ട് വാട്ടർ വർത്ത്. പ്രൊജക്ട് വാട്ടർ വർത്ത് ആണ്. 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2025 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് റിയോ ഡി ജനീറോ. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. ഇനി വത്തിക്കാൻ നഗരഭരണത്തിന്റെ ചുമതല ലഭിക്കുന്ന ആദ്യത്തെ വനിത ആരാണ്? വത്തിക്കാൻ നഗരഭരണത്തിന്റെ ചുമതല ലഭിക്കുന്ന ആദ്യത്തെ വനിത ചോദിച്ചാൽ ആരാ? ഓപ്ഷൻ എ ആണ്, സിസ്റ്റർ റഫേല പെട്രീന. ഓപ്ഷൻ എ, സിസ്റ്റർ റഫേല പെട്രീന. 2025 ഫെബ്രുവരിയിൽ എയ്റോ ഇന്ത്യ വ്യോമ പ്രദർശനത്തിന് വേദിയായത് എവിടെയാണ്? 2025 ഫെബ്രുവരിയിൽ എയ്റോ ഇന്ത്യ വ്യോമ പ്രദർശനത്തിന് വേദിയായത് എവിടെയാ? ഓപ്ഷൻ സി ആണ്, ബംഗളൂരു. ഇനി 2025 പി ഭാസ്കരൻ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായതാരാണ്? 2025 പി ഭാസ്കരൻ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ ബി ആണ്, പി ജയചന്ദ്രൻ. ആരാ? പി ജയചന്ദ്രനാണ്. ഇനി ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ AI ചാറ്റ് ബോട്ട് ഏതാണ്? ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ AI ചാറ്റ് ബോട്ട് ചോദിച്ചാൽ ഏതാ? ഗ്രോക്ക് 3 ആട്ടോ. ഓപ്ഷൻ ഡി, ഗ്രോക്ക് 3 ആണ്. ഇനി അടുത്തിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ സ്ഥിരീകരിച്ച 20 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് സമാനമായ ഗ്രഹം ഏതാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ സ്ഥിരീകരിച്ച 20 പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് സമാനമായ ഗ്രഹം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, HD 20794D ആണ്. ഓപ്ഷൻ സി ആണ്, HD 20794D ആണ്. ഇനി 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായതാരാണ്? 38ാമത് ദേശീയ ഗെയിംസിൽ ചാമ്പ്യന്മാരായത് ആരാ? സർവീസസ് ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, സർവീസസ്. ഇനി 15 വർഷം രാജ്യത്ത് തുടർച്ചയായിട്ട് താമസിക്കുന്നവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനാകൂ എന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്ത് അടുത്തിടെ പൗരത്വ നിയമങ്ങൾ പരിഷ്കരിച്ച രാജ്യം ഏതാണ്? 15 വർഷം രാജ്യത്ത് തുടർച്ചയായിട്ട് താമസിക്കുന്നവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാനാകൂ എന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്ത് അടുത്തിടെ പൗരത്വ നിയമം പരിഷ്കരിച്ച രാജ്യം ഏതാ? ഓപ്ഷൻ ബി ആണ്, ഒമാൻ ആട്ടോ. ഏതാ? ഒമാനാണ്. ഇനി 2025 ദേശീയ സ്നൂക്കർ കിരീടം നേടിയതാരാ? 2025 ദേശീയ സ്നൂക്കർ കിരീടം നേടിയത് ഓപ്ഷൻ എ ആണ്, പങ്കജ് അദ്വാനി ആട്ടോ. ആരാ? പങ്കജ് അദ്വാനിയാണ്. ഇനി 59ാമത്തെ ചോദ്യം, ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ലോകത്തിലെ
ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാ ഓപ്ഷൻ സി ആണ് ഡെൻമാർക്ക് ആട്ടോ. ഡെൻമാർക്കാണ്. ഇപ്പൊ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ചോദിച്ചാൽ ഡെൻമാർക്കാണ്. 2025 ഫെബ്രുവരി മാസത്തില് ഫ്രാൻസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് സമ്മാനിച്ച ശില്പം 2025 ഫെബ്രുവരി മാസത്തിലെ ഫ്രാൻസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് സമ്മാനിച്ച ശില്പം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഛത്തീസ്ഗഡിലെ ഡോക്ര കലാരൂപം കേട്ടോ. ഛത്തീസ്ഗഡിലെ ഡോക്ര കലാരൂപമാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം 2025 ഫെബ്രുവരി മാസത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് മണിപ്പൂരാട്ടോ. എവിടെയാ? മണിപ്പൂരാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച മരം നട്ടും കാട്ടിലെ ജീവികൾക്ക് ഭക്ഷണം നൽകിയും തനിക്ക് ചുറ്റുമുള്ള പച്ചപ്പിന് കാവൽ നൽകിയ പച്ച മനുഷ്യൻ എന്നറിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരാ? ഓപ്ഷൻ ഡി ആണ് കല്ലൂർ ബാലൻ ആട്ടോ. കല്ലൂർ ബാലനാണ്. ഇനി അടുത്തിടെ റയർ ബ്ലഡ് ഡോണർ രജിസ്റ്ററി തയ്യാറാക്കിയ സംസ്ഥാനം അടുത്തിടെ റയർ ബ്ലഡ് ഡോണർ രജിസ്റ്ററി തയ്യാറാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് കേരളം ആട്ടോ. കേരളമാണ്. ഇനി Su-57 ഫൈറ്റർ വിമാനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച രാജ്യം Su-57 ഫൈറ്റർ വിമാനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ച രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് റഷ്യ ആട്ടോ. റഷ്യയാണ്. ഇനി ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് സോഴ്സ് മൈ കോഡ് മൈ ബിഗിനിങ് എന്നത്? സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്നത് ആരുടെ ഓർമ്മക്കുറിപ്പ? ബിൽ ഗേറ്റ്സിന്റെ ആട്ടോ. ഓപ്ഷൻ ബി ആണ് ബിൽ ഗേറ്റ്സ്. ഇനി US നാഷണൽ അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം ലഭിച്ച മുൻ ISRO ചെയർമാൻ ആയിരുന്ന മലയാളി ആരാ? US നാഷണൽ അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗിൽ അംഗത്വം ലഭിച്ച മുൻ ISRO ചെയർമാൻ ആയിരുന്ന മലയാളി ആരാ? ഓപ്ഷൻ ബി ആണ് എസ് സോമനാഥ് കേട്ടോ. എസ് സോമനാഥ്. ഇനി 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ആദ്യമായിട്ട് വില്ല നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ആദ്യമായിട്ട് വില്ല നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ഗ്യാനറ്റ്സ് ആട്ടോ. ത്വസ്തയാണ്. ഓപ്ഷൻ ബി ആണ് ത്വസ്തയാണ്. ഓപ്ഷൻ ബി ത്വസ്തയാണ്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് ആദ്യമായിട്ട് വില്ല നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് ചോദിച്ചാൽ ത്വസ്തയാണ്. ഇനി ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്ന രാജ്യം ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്ന രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ഫ്രാൻസ് ആട്ടോ. ഫ്രാൻസ് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ആൻഡ് റെസ്ക്യൂ ടീം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ആൻഡ് റെസ്ക്യൂ ടീം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ഗ്യാനറ്റ്സ് ആട്ടോ. ഗ്യാനറ്റ്സ് ആണ്. 2025 ഫെബ്രുവരി മാസത്തിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താ? 2025 ഫെബ്രുവരി മാസത്തിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഓപ്ഷൻ ബി ആണ് സൈക്ലോൺ 2025. 2025 ഫെബ്രുവരി മാസത്തിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താ? സൈക്ലോൺ 2025. ഇനി അടുത്ത AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അടുത്ത AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയാണ്. ഇനി ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഫോബ്സ് മാഗസിൻ പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് അമേരിക്കയാണ്. 2025 നിശാഗാന്ധി പുരസ്കാരം നേടിയത് ആരാം? 2025 നിശാഗാന്ധി പുരസ്കാരം നേടിയത് ആരാ? ഓപ്ഷൻ എ ആണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി 2025 നിശാഗാന്ധി പുരസ്കാരം. ഇനി ഫ്രാൻസിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാണ്? ഫ്രാൻസിലെ ആദ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഓപ്ഷൻ എ ആണ് നരേന്ദ്ര മോദിയാണ്. ഇനി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ആരാ? കേന്ദ്ര സർക്കാർ രൂപീകരിച്ച
സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി ചോദിച്ചാൽ ആരാ? ഷൈനി വിൽസൺ ആണ്. ഓപ്ഷൻ സി ആണ്, ഷൈനി വിൽസൺ ആണ്. 2025 മാതൃഭൂമിയുടെ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാ? 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാ? ഓപ്ഷൻ ബി ആണ്, സന്ധ്യ മേരി. ഓപ്ഷൻ ബി, സന്ധ്യ മേരി. ഇനി അടുത്തിടെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ ഇന്ത്യയിലെ 19ാമത്തെ റെയിൽവേ സോൺ ഏതാ? അടുത്തിടെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ ഇന്ത്യയിലെ 19ാമത്തെ റെയിൽവേ സോൺ ഏതാ? ഓപ്ഷൻ ബി ആണ്, സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആട്ടെ. ഏതാ? സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ. ഇനി അരിവില ഉയരുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാ? അരിവില ഉയരുന്ന സാഹചര്യത്തിൽ അടുത്തിടെ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഏതാ? ഫിലിപ്പീൻസ് ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, ഫിലിപ്പീൻസ്. ഇനി കേരള ഗവൺമെന്റിന്റെ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് പിന്തുണ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാ? കേരള ഗവൺമെന്റിന്റെ ട്രൈബൽ ഹെൽത്ത് ആക്ഷൻ പ്ലാനിന് പിന്തുണ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ലോക ആരോഗ്യ സംഘടനയാണ്. ഇനി 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച് ഭരണത്തിലേറിയ പാർട്ടി ഏതാണ്? 2025 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി ഭരണത്തിലേറിയ പാർട്ടി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, BJP ആണ്. ഇനി 2025 ഫെബ്രുവരി മാസത്തിൽ രാജിവെച്ച മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ആരാം? 2025 ഫെബ്രുവരി മാസത്തിൽ രാജിവെച്ച മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? ബിരേൻ സിംഗ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, ബിരേൻ സിംഗ്. 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാ? 80 ആട്ടോ. എത്രയാ? 80 ആണ്. ഇനി 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന സ്ഥലം എവിടെയാ? 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന സ്ഥലം ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരാട്ടോ. എവിടെയാ? തൃശ്ശൂരാണ്. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താ? ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, കെ ഹോംസ് ആട്ടോ. ഏതാ? കെ ഹോംസ്. 2025 ഫെബ്രുവരി മാസത്തിൽ രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ഏതാണ്? 2025 ഫെബ്രുവരി മാസത്തിൽ രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, അമേരിക്ക ആട്ടോ. ഏതാ? അമേരിക്കയാണ്. ഇനി 2025 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച MT വാസുദേവൻ നായരുടെ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാണ്? 2025 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച MT വാസുദേവൻ നായരുടെ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയാ? ഓപ്ഷൻ എ ആണ്, തിരൂർ അല്ലെ. എവിടെയാ? തിരൂരാണ്. ഇനി ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ പുതുതായിട്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്? ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പുതിയതായിട്ട് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്? എവിടുന്ന? ഓപ്ഷൻ ഡി ആണ്, ഫ്രാൻസിൽ നിന്നാട്ടോ. എവിടുന്ന? ഫ്രാൻസിൽ നിന്നാണ്. ഇനി ഗുജറാത്തിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി ആണ്, ഗുണേരി ആട്ടോ. എവിടെയാ? ഗുണേരിയാണ്. ഇനി 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ സ്വർണം നേടിയ സംസ്ഥാനം ഏതാണ്? 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. ഏതാ? കേരളമാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളക്കടുവ ബ്രീഡിംഗ് സെന്റർ ആരംഭിക്കുന്നത് എവിടെയാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളക്കടുവ ബ്രീഡിംഗ് സെന്റർ ആരംഭിക്കുന്നത് എവിടെയാ? ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശിലാട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളക്കടുവ ബ്രീഡിംഗ് സെന്റർ ആരംഭിക്കുന്നത് എവിടെയാ? മധ്യപ്രദേശിലാണ്. ഇനി കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിന്റെ പുതിയ പേരെന്താ? കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിന്റെ പുതിയ പേര് ചോദിച്ചാൽ എന്താ? ഓപ്ഷൻ സി ആണ്, വിജയ് ദുർഗ് ആട്ടോ. ഏതാ? വിജയ് ദുർഗ്. കൊൽക്കത്തയിലെ ഫോർട്ട് വില്യത്തിന്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. ഇനി അടുത്തിടെ ഏത് രാജ്യത്ത് നിന്നാണ് അനധികൃത കുടിയേറ്റം ആരോപിച്ചുകൊണ്ട് 104 ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചയച്ചത്? അടുത്തിടെ ഏത് രാജ്യത്ത് നിന്നാണ് അനധികൃത കുടിയേറ്റം ആരോപിച്ചുകൊണ്ട് 104 ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചയച്ചത്? ഏതാ? അമേരിക്കയിൽ നിന്നാണ്. ഓപ്ഷൻ ബി ആണ്, അമേരിക്കയിൽ നിന്നാണ്. ഇനി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രക്തബാങ്കായിട്ട് ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത് ഏതാണ്? സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രക്തബാങ്കായിക്കൊണ്ട് ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത് ഏതാ? ഓപ്ഷൻ സി ആണ്, തൃശൂർ മെഡിക്കൽ കോളേജ് ആട്ടോ. ഏതാ?
തൃശൂർ മെഡിക്കൽ കോളേജ്. ഇനി അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയതാരാണ്? അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാ? ഓപ്ഷൻ സി ആണ് അഭിഷേക് ശർമ്മയാട്ടോ. ആരാ? അഭിഷേക് ശർമ്മയാണ്. ഇനി ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന ഇ കൊമേഴ്സ് പോർട്ടൽ ഏതാണ്? ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന ഇ കൊമേഴ്സ് പോർട്ടൽ ചോദിച്ചാൽ ഏതാ? പോക്കറ്റ് മാർട്ട് അല്ലെ. ഓപ്ഷൻ ഡി ആണ് പോക്കറ്റ് മാർട്ട് ആണ്. ഇനി പൊട്ടിപ്പോയ അസ്ഥികളെ കൂട്ടിയിണക്കുന്നതിനായിട്ട് ബോണിക്സ്, കാസ്പ്രോ എന്നീ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചതാരാണ്? പൊട്ടിപ്പോയ അസ്ഥികളെ കൂട്ടിയിണക്കാനായിട്ട് ബോണിക്സ്, കാസ്പ്രോ എന്നീ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചത് ആരാണ്? ഓപ്ഷൻ സി ആണ് ശ്രീചിത്ര മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം കേട്ടോ. ശ്രീചിത്ര മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം. ഇനി അടുത്തിടെ കാനഡ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ കനത്ത ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച രാജ്യം ഏതാ? അടുത്തിടെ കാനഡ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ കനത്ത ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച രാജ്യം ഏതാ? ഓപ്ഷൻ ഡി ആണ് അമേരിക്ക കേട്ടോ. ഏതാ? അമേരിക്ക. ഇനി പുതിയ റിപ്പോർട്ട് പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യം നടക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് തെലുങ്കാന. ഏതാ? തെലുങ്കാന. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ് മഹാബലേശ്വർ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാ? മഹാബലേശ്വർ ആണ്. ഇനി ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് BCCI നൽകുന്ന CK നായിഡു ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായതാരാണ്? ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന CK നായിഡു ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായത് ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ ആട്ടോ. ആരാ? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരുന്നു? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാ? സുധാംശു ശുക്ലയാണ് അല്ലെ. സുധാംശു ശുക്ലയാണ്. ഇനി പുതിയ ബജറ്റ് പ്രകാരം എത്ര ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ആദായ നികുതി ഇല്ലാത്തത്? പുതിയ ബജറ്റ് പ്രകാരം എത്ര ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ആദായ നികുതി ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് 12.75 ലക്ഷം കേട്ടോ. 12.75 ലക്ഷം. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചതാരാണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായിട്ടാണ് ഇത് ഓർക്കണേ, കൂടുതൽ തവണ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആരാ? നിർമ്മല സീതാരാമൻ. ആരാ? നിർമ്മല സീതാരാമൻ. എന്നാൽ നേരെ തിരിച്ചാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാ? നമ്മുടെ CD ദേശ്മുഖ് കേട്ടോ. അത് CD ദേശ്മുഖ്. എന്നാൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ തവണ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാ? അത് നിർമ്മല സീതാരാമനാണ്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ച രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് UAE ആട്ടോ. ഏതാ? UAE ആണ്. ഇനി 2024 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? 2024 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളമാണ്. ഇനി 2025 അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയതാരാണ്? 2025 അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യ. ഏതാ? ഇന്ത്യയാണ്. ഇനി റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായിട്ട് ആരംഭിക്കുന്ന പുതിയ ആപ്പ് ഏതാണ്? റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായിട്ട് ആരംഭിക്കുന്ന പുതിയ ആപ്പ് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് സ്വറെയിൽ ആട്ടോ. ഏതാ? സ്വറെയിലാണ്. ഇനി കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാനായിട്ട് വിജിലൻസ് ആരംഭിച്ച പരിശോധന ഏതാണ്? കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാനായിട്ട് വിജിലൻസ് ആരംഭിച്ച പരിശോധനയുടെ പേരാണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് കേട്ടോ. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച കർഷകനാരാണ്? കേരള കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി ലഭിച്ച കർഷകൻ ചോദിച്ചാൽ ആരാ? ചെറുവയൽ രാമൻ ആട്ടോ. ഓപ്ഷൻ എ ചെറുവയൽ രാമനാണ്. ഇനി 2025 ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ ജേതാവായതാരാണ്? 2025 ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിൽ ജേതാവായത് ആരാ? ഓപ്ഷൻ ഡി ആണ് ആർ പ്രജ്ഞാനന്ദ. ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദ. ഇനി ഓങ്കോർസിയാസിസ് മുക്തമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഏതാണ്?
ഓങ്കോസെർസിയാസിസ് മുക്തമായിട്ട് പ്രഖ്യാപിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം ഓപ്ഷൻ ഡി ആണ് നൈജർ ആട്ടോ. ഏതാ? നൈജർ ആണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? വരുന്ന സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാ? ഓപ്ഷൻ എ ആണ് 6.3 മുതൽ 6.8 വരെയാണ്. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്നാ? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം അല്ലേ? എന്താ? ഓപ്ഷൻ സി ആണ് യുണൈറ്റഡ് ബൈ യുണീക്ക് ആട്ടോ. യുണൈറ്റഡ് ബൈ യുണീക്ക്. ഇനി മാക്സ് എന്ന AI മോഡൽ പുറത്തിറക്കിയ ചൈനീസ് കമ്പനി ഏതാണ്? മാക്സ് എന്ന പേരിൽ AI മോഡൽ പുറത്തിറക്കിയ ചൈനീസ് കമ്പനി ചോദിച്ചാൽ ഏതാ? ആലിബാബ ആട്ടോ. ഓപ്ഷൻ ബി ആലിബാബ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് പീഡിയാട്രിക് ഗേറ്റ് ട്രെയിനറായ G-ഗേറ്റർ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് പീഡിയാട്രിക് ഗേറ്റ് ട്രെയിനറായ G-ഗേറ്റർ ആരംഭിച്ചത് എവിടെയാ? ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരത്താണ്. ഇനി ഏറ്റവും അധികം ഗ്രാമി പുരസ്കാരം നേടുന്ന ഗായിക ആരാണ്? ഏറ്റവും അധികം ഗ്രാമി പുരസ്കാരം നേടുന്ന ഗായിക ചോദിച്ചാൽ ആരാ? ബിയോൺസെ ആട്ടോ. ഓപ്ഷൻ സി ബിയോൺസെ ആണ്. ഇനി ലൈംഗിക ചൂഷണ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന AI ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ലൈംഗിക ചിത്രങ്ങൾ നിർമ്മിക്കുന്ന AI ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവന്ന ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് ബ്രിട്ടൻ ആട്ടോ. ഏതാ? ബ്രിട്ടൻ ആണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, പ്രഥമ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? പ്രഥമ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ എവിടെയാ? ഫ്രാൻസ് ആട്ടോ. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്.